ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് മന്തി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 3 കപ്പോളം സെല്ല ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് സെല്ല ബസ്മതി റൈസ് എടുക്കുന്നത് തന്നെയാണ്. അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ അരിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ബീഫിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അത്യാവശ്യം വലിയ പീസായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ്. ഇതിലേക്ക് നമുക്കിനി ഒരു മസാല ചേർത്ത് പുരട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി, 2 ടീസ്പൂൺ കുരുമുളക്, അതുപോലെ തന്നെ 2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂണോളം തന്നെ മല്ലിപ്പൊടിയും 2 ടീസ്പൂണോളം തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂണോളം ഉപ്പും 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലുമാണ് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി ഈ അരപ്പ് ബീഫിന് മുകളിലേക്ക് ഒഴിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കണം കേട്ടോ. ഒരു 3/4 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് തന്നെ ആ ഒരു അരപ്പിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ബീഫിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. 1 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ലിറ്ററോളം വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ മാഗിയുടെ മാജിക് ക്യൂബ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ക്യൂബോളം ഞാൻ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. മാഗി ക്യൂബ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 7 ഏലക്കായ, അതുപോലെ തന്നെ 10ഓളം ഗ്രാമ്പു, 1 ടീസ്പൂണോളം കുരുമുളക്, 4-5 പീസ് കറുവപ്പട്ട, 2 ചെറിയ ബേ ലീഫ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ബേ ലീഫൊക്കെ ഓപ്ഷണലാണ്. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബ്ലാക്ക് ലെമണും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് ലെമൺ അഥവാ ഉണക്ക നാരങ്ങ അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. 3/4 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫിന് മുകളിലേക്കായിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 സവാളയും 1 ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. ഇനി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഒരു 5-6 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് മൂടി വയ്ക്കാം. ശേഷം 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം. പ്രഷർ കുക്കറിലും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കൊടുത്തതിന് ശേഷം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാം. അരി ഒരു 3/4 വേവായാൽ മാത്രം മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ വെന്ത് കിട്ടും. തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ അകത്ത് തന്നെ അരി പാകത്തിന് വെന്തിട്ടുണ്ടാവും. നന്നായി തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോ ആക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ക്യാപ്സിക്കവും സവാളയും അടിവശത്തേക്ക് പോകുന്ന രീതിയിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനെല്ലാം തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ക്യാപ്സിക്കവും സവാളയൊക്കെ അടിവശത്തായിട്ട് പോകുന്ന രീതിയിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം. നമുക്ക് കുക്കറിലും ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ ബീഫ് പെട്ടെന്ന് ചുരുങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസുകൾ നമുക്ക് കിട്ടില്ല. ഇനി ഇതൊരു 10-15 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോയിൽ തന്നെ വെച്ചാൽ മതിയാവും. റൈസ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെന്തോന്ന് നോക്കാം കേട്ടോ. ഒരു 7-8 മിനിറ്റൊക്കെ തന്നെ മതിയാവും. കൂടിപ്പോയാൽ ഒരു 10 മിനിറ്റ്. അതിനകം തന്നെ നമ്മുടെ പാകത്തിന് 80% അരി വെന്തിട്ടുണ്ടാവും. ബാക്കി 20% നമ്മൾ ബീഫിനോടൊപ്പം ദം ചെയ്തെടുക്കുമ്പോൾ പാകത്തിന് കുക്കായി വന്നോളും. ഇനി ഈ അരി ഊറ്റി മാറ്റി വയ്ക്കാം. ശേഷം ബീഫ് കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ബീഫൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ബീഫ് ഒരു 90% വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റോളം ദം ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ബീഫും അരിയും ഒക്കെ നന്നായിട്ട് കുക്കായി വന്നോളും.
ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഫുള്ളായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് പകുതിയോളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ റൈസ് ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. നിരത്തിയിട്ടിട്ടുള്ള ഈ റൈസിന് മുകളിലായിട്ട് ഒരു 5-6 പച്ചമുളക് കൂടി ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ബാലൻസ് മാറ്റി വെച്ചിട്ടുള്ള ആ റൈസ് കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഓതൻറ്റിക് ആയിട്ടുള്ള മന്തി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ദം ചെയ്യാറില്ല. നമുക്ക് വീടുകളിൽ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ദം ചെയ്തിട്ട് മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാൻ ഈ റൈസ് എല്ലാം തന്നെ ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്മോക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ സ്മോക്കൊന്നും കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് അങ്ങനെ തന്നെ ദം ചെയ്തെടുക്കുവാണ്. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മന്തിയോടൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3 അല്ലി വെളുത്തുള്ളി, അല്പം മല്ലിയിലയും, ഒരു പിഞ്ച് ചെറിയ ജീരകം, 1/2 ടീസ്പൂണോളം ഉപ്പും, ഇതിലേക്ക് 1/4 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്ത ശേഷം മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഞാനിതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഈ ഒരു ടൊമാറ്റോ ചട്നി അത്യാവശ്യം തരിതരിപ്പായിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് സ്മൂത്ത് പേസ്റ്റ് ആയിപ്പോയി കഴിഞ്ഞാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കൂടെ തന്നെ ഞാനൊരു മയണൈസ് കൂടെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ മയണൈസിൻ്റെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ നിന്ന് മിസ്സായിപ്പോയി കേട്ടോ അതിൻ്റെ ക്ലിപ്സ്. പക്ഷേ നല്ല പെർഫെക്റ്റായിട്ട് നല്ല കട്ടയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല കടകളിലൊക്കെ കിട്ടുന്ന പോലെ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയണൈസ് തന്നെയാണിത്. ഇങ്ങനെ മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 2 അല്ലി വെളുത്തുള്ളി, 2 മുട്ടയുടെ വെള്ള, 1/2 ടീസ്പൂണോളം ഉപ്പ്, 1/2 ടീസ്പൂണോളം തന്നെ പഞ്ചസാരയും വിനാഗിരിയും, 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർത്ത് മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒരു 3 പ്രാവശ്യത്തോളം ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. മയണൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കടകളിലൊക്കെ കിട്ടുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയണൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്. ഈ മയണൈസിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാനിതിൻ്റെ വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കൂ കേട്ടോ. നമ്മുടെ ബീഫ് മന്തി റെഡിയാക്കി വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കളേഴ്സോ സ്മോക്കോ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബീഫ് മന്തിയുടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബീഫ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് റൈസ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ അടിയിലുള്ള ഈ മസാലയും റൈസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചോറ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.